ഹായ്, SP ഉള്ളവരാണ്. ഓരോരോ നാട്യങ്ങളാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷമെങ്കിലും ഒന്ന് സത്യം പറഞ്ഞൂടെ മിസ്റ്റർ സതീശൻ? നിങ്ങളൊരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയാണിപ്പോൾ. പോയ വാരത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തെരുവിലും സോഷ്യൽ മീഡിയയിലും പരസ്പരം ഏറ്റുമുട്ടിയതെല്ലാം AI കാഴ്ചയായിരുന്നു. നിങ്ങൾ പറ. ഇപ്പോൾ പറയുകയാണ് ചില മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണെന്ന്. ഞങ്ങൾ തമ്മിൽ വലിയ അഭിപ്രായിക്കാം. കാര്യം മുഖ്യമന്ത്രി ആരാകണമെന്നതിനെ സംബന്ധിച്ച് തെരുവിൽ ഫ്ലെക്സും കെട്ടി പ്ലക്കാർഡുകളും ഏന്തി പരസ്പരം വലിച്ചു കീറിയും തീയിട്ടും ഒക്കെ നടന്നത് മുഴുവൻ ഈ നാട്ടിലെ ഏതെങ്കിലും ഇടതുപക്ഷക്കാരായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, നിങ്ങൾക്കായിരുന്നു പ്രശ്നമെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ മനുഷ്യരെ മുഴുവൻ എങ്ങനെയാണ് ഒരാൾ കാണുന്നതെന്നാണ്. വെറും കഴുതകളുടെ മൈൻഡിലാണോ, അല്ലെങ്കിൽ ഈ മനുഷ്യർ ഈ കാണുന്നവർക്കൊന്നും യാതൊരു ബുദ്ധിയില്ല, അവർ ഈ കാണുന്നതെല്ലാം ഒരു മായിക ലോകത്തോട് കാണുന്നു എന്നാണ് ഇയാൾ കരുതിയിരിക്കുന്നതെന്ന് തോന്നുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹം നേരെ KC വേണുഗോപാലിനെ കാണാൻ പോവുകയാണ്. ഇന്നലെ വരെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉരിയാടേണ്ടിയിരുന്നില്ല. പക്ഷേ KC വേണുഗോപാലിനെ വീട്ടിൽ പോയി സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ തമ്മിൽ വീണ്ടും സുധാകരനായിട്ട് പണ്ട് കാണിച്ചിരുന്ന പോലെ ഞങ്ങൾ ഇപ്പോൾ വീണ്ടും ഐക്യം. ഏതുവരെ? ഒന്ന്, നമ്മുടെ ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനും അതിനെ എങ്ങനെ സ്മൂത്താക്കാനും സതീശനോളം വിദഗ്ധമായിട്ട് അറിയാവുന്നവർ. കാര്യം മുഖ്യമന്ത്രിയായ സത്യപ്രതിജ്ഞ ചെയ്യണം, അവിടെ ഒരാൾ മാറി നിൽക്കാൻ പാടില്ല, എൻ്റെ ആവശ്യമാണ്, അതിന് ഞാൻ ഏതറ്റം വരെയും പോകണം. അതിന് വിദഗ്ധമായിട്ട് അദ്ദേഹം നേരെ അടുത്ത് ചെല്ലുന്നു, മറ്റവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. നേരത്തെ സുധാകരനെ ഇതുപോലെയാണ് അദ്ദേഹം കൊണ്ടു നടന്നത്. അതുപോലെ തന്നെ KC വേണുഗോപാലിനോടൊപ്പം നടന്ന് വിദഗ്ധമായിട്ട് വേണുഗോപാലിനെ വെട്ടിയിട്ട് ആ പദവിയിലേക്ക് എത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീടുള്ളതെല്ലാം തൻ്റെ ആവശ്യമായതുകൊണ്ട് അതിൽ വഴങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ താഴ്ന്നു കൊടുക്കുക എന്ന ട്രിക്ക് കൃത്യമായി പ്രയോഗിച്ചതിന് ശേഷം ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നലകളിൽ നമ്മൾ തലസ്ഥാനത്തും സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അരങ്ങേറിയിട്ടുള്ള കോലാഹലങ്ങളും കോപ്രായങ്ങളും ഒരു കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടികളെ കുറിച്ചൊക്കെ സതീശൻ പറഞ്ഞു ഒന്ന് കേട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ ഞങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനവും ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് പ്രസിഡന്റിന്റെയും ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരുടെയും അംഗീകാരം വാങ്ങിച്ചു തരേണ്ട ആളുകൂടിയാണ് അദ്ദേഹം. അദ്ദേഹം വഴിയാണ് ഈ പേപ്പറെല്ലാം, ഈ അപ്രൂവലിന് വേണ്ടിയുള്ള പേപ്പറെല്ലാം പോകുന്നത്. അദ്ദേഹമായിട്ട് സംസാരിക്കും. ഇത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കോൺഗ്രസിൽ നടന്നില്ല. നിങ്ങളെന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, കുറെ നാളുകളായിട്ട് ഏതാണ്ട് ശത്രുക്കളെ പോലെയുള്ള ആളുകളായിട്ടാണ് ഞങ്ങളേക്ക് പെരുമാറിയത്. ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ ഉയർന്ന സ്ഥാനത്ത്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ സംഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് ഒരേ കോളേജിൽ പഠിച്ച് ഒരേ സൗഹൃദം പങ്കിട്ട് ഞങ്ങളെ AK ആന്റണി മന്ത്രിസഭ ഉള്ള കാലത്ത് ഞങ്ങളെ കാണുമ്പോൾ തന്നെ AK ആന്റണി പറയും, വലിയ കൂട്ടുകാർ വരുന്നെന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ച് ലോകം മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ള ആളുകളല്ല. ഒരുമിച്ച് യാത്ര ചെയ്യുന്നുള്ളതിന് ഒരു ബന്ധം വേണ്ടേ? ഒരുമിച്ച് യാത്ര ചെയ്യാൻ, ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്ത് രണ്ടാമത് ആരെങ്കിലും പോവോ? അത്രയും ആത്മബന്ധം ഞങ്ങൾ എല്ലാവരും തമ്മിൽ ഉണ്ട്. പിന്നെ രാഷ്ട്രീയത്തിലാണ് പല അവസരങ്ങളും പല രീതിയിലും പല തരത്തിലും വരും. അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭയിലും ഇരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. കേന്ദ്രമന്ത്രിയായും സംസ്ഥാന മന്ത്രിയായും ഇരുന്ന് കോൺഗ്രസിന്റെ അകത്ത് ഇന്ന് ഒരാൾക്ക് ആകാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടിയാലോചിച്ചിട്ടാണ് ചെയ്യുള്ളൂ. കേരളത്തിലെ സംഘടനാപരമായ കാര്യങ്ങളും ഭരണപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ മന്ത്രിസഭാ രൂപീകരണം, അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാം ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങൾ ചെയ്യല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വിഷയവും തർക്കത്തിലില്ല. ഞങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റായി ഇരുന്നാൽ തീരാത്ത ഒരു വിഷയം ഇതിന്റെ അകത്തില്ല. അദ്ദേഹം പറയുന്നത് തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കും അതായിരിക്കും കറക്റ്റ് എന്ന് പറയും. എനിക്കെന്തെങ്കിലും തെറ്റിയാൽ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്ത് ആർക്കെങ്കിലും വേണ്ടി വാശി പിടിക്കുകയോ ആരെയും വെക്കരുതെന്ന് വാശി പിടിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെയൊന്നും അത്ര ഇതായിട്ട് കാണല്ലേ, അത്ര മോശമായിട്ട് കാണല്ലേ. അതാണ് എന്റെ അഭ്യർത്ഥന. ഞാൻ വെറുതെ പറഞ്ഞതല്ല. വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടി നേതൃത്വം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിനുണ്ട്, UDFനുണ്ട്. നല്ല കൂടിയാലോചനകൾ. നിങ്ങളൊന്നും വിചാരിച്ചില്ലല്ലോ ഈ തിങ്കളാഴ്ച ഈ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന്. എത്ര വേഗത്തിലാണ് UDFലെ ചർച്ചകൾ നടക്കുന്നത്, എത്ര വേഗത്തിലാണ് കോൺഗ്രസിന്റെ ചർച്ചകൾ നടക്കുന്നത്. നാളെ ഉച്ച കഴിയുമ്പോഴേക്കും ഗവർണർക്ക് കൊണ്ടുപോയി ലിസ്റ്റ് സമർപ്പിക്കും. കേരളത്തിലെ ജനങ്ങളൊക്കെ പല ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇത്രമാത്രം ബുദ്ധിശൂന്യരാണെന്ന് സതീശൻ കരുതുന്നുണ്ടോ? അവർ കണ്ടത്, അവരെ മുന്നിലേക്ക് മാധ്യമങ്ങൾ എത്തിച്ച വാർത്ത, ഇതെല്ലാം കാപട്യമാണ്, ചില മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും പരിഹാസവും. നിങ്ങളൊന്ന് കഴിഞ്ഞ ഒരാഴ്ചത്തെ KC വേണുഗോപാലിനെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിച്ച ഫേക്ക് ഐഡികളിലൂടെ അയാളെ ഇന്നി പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ അയാൾക്കെതിരെ നടത്തിയ പ്രചരണങ്ങളും അയാളുടെ ഫോട്ടോ വെച്ചിട്ടും അയാൾ ഒരു സംഘപരിവാറുകാരനാക്കി ചാപ്പ കുത്തി എവിടെ നിർത്തിയാലും തോൽപ്പിക്കുമെന്ന് മാധ്യമങ്ങളിലൂടെ നിരന്തരം വിളിച്ചു കൂവിയവരൊക്കെ ഈ നാട്ടിലെ മനുഷ്യർ കണ്ടതിന് ശേഷം ഇതൊന്നും യാഥാർത്ഥ്യമല്ല, മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയായി കഴിയുമ്പോഴെങ്കിലും സ്വമേധയാ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പല കാര്യങ്ങളും പഴയ പ്രതികരണങ്ങൾ കുത്തിപ്പൊക്കി എടുത്തിട്ട് അലക്കുന്നുണ്ട്. അപാര തൊലിക്കട്ടിയും നാക്കിന് എല്ലില്ല എന്തും വിദഗ്ധമായിട്ട് ന്യായീകരിക്കാൻ എനിക്ക് പ്രത്യേക കഴിവും വൈഭവവും ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ മഹത്വം കൂടി നശിപ്പിക്കുന്നുണ്ടെന്ന് താങ്കളൊന്ന് മനസ്സിലാക്കണമെന്ന് കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനോട് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്.